ഞാനിപ്പോൾ നിൽക്കുന്നത് കലോത്സവത്തിന്റെ പ്രധാന വേദിയിലാണ്. മാധ്യമങ്ങളെ മാധ്യമത്തിലാക്കിയ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത്. ടീച്ചറെ, മാധ്യമങ്ങളെ മാധ്യമത്തിലാക്കിയ വിദ്യാർത്ഥികളാണ്, അവരുടെ അധ്യാപികയാണ് മാം. അപ്പം ഒന്ന് നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാമോ? തീർച്ചയായും പങ്കുവയ്ക്കാം. കാര്യം ജേർണലിസം എന്ന് പറയുന്നത് ക്ലാസ് മുറിയിൽ ഇരുന്ന് തിയറിയായി പഠിക്കാനുള്ളതല്ല എന്ന് തെളിയിക്കുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങൾ പഠിപ്പിക്കുന്ന ഹയർ സെക്കൻഡറിയിലെ +1-ലെയും +2-ലെയും വിദ്യാർത്ഥികളാണ്. ഇത്രയും വലിയൊരു ഈവന്റ് ഇവിടെ നടക്കുമ്പോൾ അവർക്കൊരു പ്രായോഗിക പരിശീലനം കൊടുത്തില്ലെങ്കിൽ അത് ഞങ്ങൾ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും എന്ന ബോധ്യത്തിന്റെ പുറത്താണ് ഞങ്ങളുടെ സംഘടനയായ ഫ്രെയിംസിന്റെ നേതൃത്വത്തിൽ ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ ഈ വേദികളിലേക്ക് കൊണ്ടുവന്ന് പ്രായോഗിക പരിശീലനം നൽകുന്നത്. ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഈ കുട്ടികൾ ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. തുടങ്ങുന്ന രീതി മാത്രമാണ് ഞങ്ങൾ പറഞ്ഞു കൊടുത്തത്. പിന്നെ എല്ലാം അവരുടെ സ്വന്തമായ രീതിയിലൂടെയാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്, വിഷ്വൽസ് എടുക്കുന്നത്, വാർത്തകൾ കണ്ടെത്തുന്നത്. വളരെ വ്യത്യസ്തമായ വാർത്തകളാണ് ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾ കണ്ടെത്തിയിരിക്കുന്നത്. വളരെ മനോഹരമായി കുട്ടികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അധ്യാപകരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചാരിതാർത്ഥ്യജനകമാണ്. അതായത് വ്യാജ വാർത്തകൾ എങ്ങനെ ശക്തമായി പ്രതിരോധിക്കണം, ആ പ്രതിരോധം നടത്തേണ്ടത് വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ സത്യമേവ ജയതേ എന്ന് പറയുന്ന ഒരു പ്രത്യേക മൊഡ്യൂൾ ഇറക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ഫേക്ക് ന്യൂസിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ്. അപ്പൊ എന്താണ് യഥാർത്ഥ വാർത്ത, എന്താണ് ഫേക്ക് ന്യൂസ്, ഇത് വിദ്യാർത്ഥികൾ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പൊ ആ കാലഘട്ടത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കൂടെ ഏറ്റവും നല്ലൊരു അവസരമാണിത്. ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റാണ് ഈ സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള അവർക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ കിട്ടുന്ന ഒരു ഇവന്റ് കൂടിയാണ്. അപ്പൊ അത്തരം ഒരു ഇവന്റിൽ ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും ഒരുപാട് സാമൂഹിക ബന്ധങ്ങൾ സൃഷ്ടിക്കാനും ഈ മൊബൈലിന്റെയും അതുപോലെ തന്നെ മറ്റ് ഡിവൈസുകളുടെയൊക്കെ ലോകത്ത് നിന്ന് അവർ ഇറക്കി സാധാരണക്കാരന്റെയും മറ്റ് വായനക്കാരുടെയും ഒക്കെ പക്ഷത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ ഒരു മാധ്യമ അവബോധമുള്ള വിദ്യാർത്ഥികളാക്കുക എന്ന ലക്ഷ്യം ഇതിന് പിറകിലുണ്ട്. നമ്മുടെ ജേർണലിസം ജീവിതത്തിലെ പുതിയ വഴിത്തിരിവ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരുപാട് കലോത്സവ വേദികളും ഒരുപാട് കലകളും നമുക്ക് കാണാൻ പറ്റി. വളരെ നല്ല ഭാഗ്യം ചെയ്തൊരു നിമിഷമായിട്ടാണ് തോന്നുന്നത്. വിദ്യാർത്ഥികളും അധ്യാപകരുടെയും കൂട്ടായ്മയായ ഫ്രെയിം ഫീസ്റ്റയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് 1ാം വേദിയായ നിളാവേദിയിലെ മുൻപിലാണ്. നമ്മോടൊപ്പം ചേരുന്നത് വട്ടപ്പാട്ട് വിദ്യാർത്ഥികളാണ്.